ഈ കാസർഗോഡേക്ക് കുറ്റിക്കോലിലെ വാർത്തയ്ക്കായി പോകുന്നു. സഹോദരനെ കുറ്റിക്കോലിൽ വെടിവെച്ച് കൊന്നു. കുറ്റിക്കോൽ നുഞ്ഞങ്ങാനം സ്വദേശി അശോകനാണ് കൊല്ലപ്പെട്ടത്. സഹോദരൻ ബാലകൃഷ്ണൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായി. മദ്യലഹരിയിലാണ് ഈ കൊലപാതകം നടന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. അരുൺ പൂപ്പറമ്പ കാസർഗോഡ് നിന്ന് ടെലിഫോണിലുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. പറയൂ, എപ്പോഴാണ് ഇത് സംഭവിച്ചത്? പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്തൊക്കെയാണ്? ഇന്നലെ രാത്രി വൈകിയാണ് ഈ കൊലപാതകം ഉണ്ടായത്. കുറ്റിക്കോലിലാണ്. ഇവർ രണ്ടുപേരും ഒരു വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. ഇന്നലെ വൈകിട്ട് ഇവർ തമ്മിൽ ചില തർക്കങ്ങളും കയ്യാങ്കളിയും ഉണ്ടായിരുന്നു. മദ്യലഹരിയിൽ ഇവർ കയ്യാങ്കളിയിലേക്ക് എത്തിയ ഘട്ടത്തിൽ ബന്ധുക്കൾ ഇടപെട്ടാണ് പിന്തിരിപ്പിച്ചത്. പിന്നീട് ഈ ബാലകൃഷ്ണൻ, ജ്യേഷ്ഠനായിട്ടുള്ള ബാലകൃഷ്ണൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും മറ്റൊരു സുഹൃത്തിൽ നിന്നാണ് ഈ നാടൻ തോക്ക് കൈവശപ്പെടുത്തി പിന്നീട് രാത്രി വൈകി വീണ്ടും വീട്ടിലേക്ക് എത്തിയത്. വീട്ടിലെത്തുകയും യാതൊരു പ്രകോപനവുമില്ലാതെ ഈ സഹോദരനായിട്ടുള്ള അശോകനെ വെടിവെക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അശോകനെ സമീപത്തെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിച്ചു എന്നതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം. മദ്യലഹരിയിലാണ് ഈ ഒരു കൊലപാതകം ഉണ്ടായിട്ടുള്ളത്. മറ്റ് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് ബന്ധുക്കൾ ഉൾപ്പെടെ പറയുന്നത്. ഇവർ ഒരുമിച്ച് മദ്യപിച്ച് ഇതിനു മുമ്പും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. പോലീസ് എന്തായാലും ഇതിന്റെ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇത് ഒരു നായാട്ട് സംഘത്തിൽ ഉൾപ്പെട്ട ഒരാളുടെ നാടൻ തോക്കാണെന്ന പ്രാഥമിക വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ട്. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ്. ജ്യേഷ്ഠൻ സഹോദരനെ മദ്യലഹരിയിൽ വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും ബേഡകം പോലീസ് ഈ ജ്യേഷ്ഠനായിട്ടുള്ള ബാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട അശോകന്റെ മൃതദേഹം കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. തുടർ നടപടികൾ പോലീസ് സ്വീകരിച്ചു വരികയാണ്. താങ്ക് യു. അരുൺ പൂപ്പറമ്പയാണ് നമുക്കൊപ്പം ചേർന്ന്. മദ്യം കഴിച്ചാൽ പിന്നെ എന്തോന്ന് സഹോദരൻ അപ്പോഴേ വെടിവെച്ച് കൊല്ലുക.